ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയണത് എത്രത്തോളം കേൾക്കണ്ടത് എനിക്കറിയില്ല. മേ ബി പള്ളിയിലെ ബാക്കിൽ പറയണ സൗണ്ട് എനിക്ക് കേൾക്കണ്ടാവും. ഇപ്പം ഞാൻ പറയണ കേൾക്കണ്ടാവും, കാരണം ഞാൻ മൈക്ക് എടുത്തിട്ട് വന്ന്. ഈ ആംഗിളും ബാക്കിൽ പള്ളി ആൻഡ് സ്കൈ നല്ല രസമുണ്ട്. ഞാൻ വേളാങ്കണ്ണി പോകാൻ പോവാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ പോകാനുള്ള ബസ്. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേനും പോവായിരിക്കും. ഇപ്പോൾ ഒരു 5 സംതിങ് 5:25 ഒക്കെ ആയി. പള്ളിയിൽ 5:30 കുർബാനയുണ്ട്, അതിൻ്റെ ഒച്ചയാണ് ബാക്കിൽ കേൾക്കണത്. അതാണ് ഞാൻ ഇപ്പോൾ മൈക്ക് എടുത്തിട്ട് വന്നത്. ഞാനപ്പോൾ വേളാങ്കണ്ണി പോണ ഈ ഒരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മറക്കാണ്ട് എല്ലാവരും എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതൊരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം. എനിക്ക് നിങ്ങളെ എൻ്റെ ഫിറ്റ് ചെക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഞാനിതിപ്പോൾ എവിടെ വെച്ച് കാണിച്ചു തരും എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. ഇവിടെ വെക്കാനുള്ള സ്ഥലമൊന്നും ഞാൻ കാണുന്നില്ല. തൽക്കാലം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫിറ്റ് ആൻഡ് ഈ ജീൻസ് അതാരുടെ ബാഗാണ്. യാ, നിങ്ങൾ ഈ മരം കണ്ട? നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഈ ആംഗിളും നല്ല രസമുണ്ട്. കണ്ട പള്ളി നല്ല രസം കാണാൻ. വണ്ടിയുടെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്, അതാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയേക്കണം. തീർത്ഥാടന യാത്ര ആയതുകൊണ്ടും പള്ളിയിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങുന്നതുകൊണ്ടും അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, എല്ലാവർക്കും നല്ലൊരു യാത്ര. നമ്മ നോക്ക് രാത്രി ഒരു 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരി കഴിഞ്ഞു. അവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഡിന്നറിന് ഉണ്ടായിരുന്നത് ചോറ്, മോര് കറി, മീൻ കറി, ക്യാബേജ്, ചെമ്മീൻ പൊടി, പിന്നെ സവാള, ബീട്രൂട്ട്, അങ്ങനെ ഒരു സലാഡ് പോലത്തെ സാധനം, മാങ്ങച്ചാർ. വളരെ നല്ലൊരു ഫുഡായിരുന്നു. ഡിന്നർ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കണോ? ഫുഡ് കഴിച്ച് ബസ്സിൽ കയറി ഒരു സിനിമ ഇട്ടു. മോഹിനിയാട്ടമാണ് സിനിമ ഇട്ടത്. സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറക്കായി. ഉറങ്ങി എന്നിട്ട് രാവിലെ ആയപ്പോൾ തന്നെ നമ്മളെത്തി. ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. റൂം എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളിപ്പോൾ റൂം എടുക്കാൻ പോകുന്ന ലോഡ്ജ്. റൂം എടുത്തു, കീയൊക്കെ കിട്ടി. റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇപ്പോൾ കുർബാന കാണാൻ പള്ളി വന്നേക്കാണ്. അപ്പോൾ സമയം 8:30 ആയി. 9 മണിയാകുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും മലയാളം കുർബാന ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ കുർബാന കാണാൻ വന്നേക്കാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും വേളാങ്കണ്ണി വരുമ്പോൾ ഈ 9 മണിക്കത്തെ മലയാളം കുർബാന കാണാൻ വരാറുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ വരുന്നത് തന്നെ. ഒരു 8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോൾ വെയിലൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങളപ്പോൾ പള്ളിയുടെ ചുറ്റും കുറച്ച് നേരം നടന്നിട്ടൊക്കെയാണ് പള്ളിയിലോട്ട് കയറിയത്. അവിടെ പള്ളിയിൽ മാതാവിനെ സാരി ഉടുപ്പിച്ച് നിർത്തിയേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുർബാന കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായി, നല്ല വെയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ വെതർ നോക്കിയപ്പോൾ ഇവിടെ മഴയായിരുന്നു. ആൻഡ് ഈ 2 ദിവസം മഴയില്ലെന്നാണ് കാണിച്ചത്. പക്ഷെ ഇത്ര വെയിലായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എല്ലാവരുടെയിലും ഇല്ലെങ്കിലും മിക്കവരുടെയിലൊക്കെ കൊടയുണ്ട്. നമ്മുടെ ബാഗിൽ കൊടയുണ്ട്. ഞങ്ങളുടെ കൊട റൂമിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കുർബാന കണ്ട് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് വെയിലാറിയിട്ട് ഞങ്ങൾ മെയിൻ ബസിലിക്കയിൽ നേർച്ചിടാനും പിന്നെ വൈകുന്നേരം ബീച്ചിലൊക്കെ പോവുമായിരിക്കും. വേളാങ്കണ്ണി വന്നാൽ എപ്പോഴും വാങ്ങുന്ന മാങ്ങയാണ്. ഇവിടെ പഴുത്ത മാങ്ങയൊക്കെ കിട്ടും. ഇതാണ് ഞങ്ങളുടെ റൂം. അത്ര വലിയ ക്ലീനൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇത്ര നേരം ഞങ്ങൾ കിടന്നുറങ്ങരുത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുകയാണ്. രാവിലെ ഉണ്ടാക്കിയതാണ്, ഇപ്പോഴും ഉണ്ടാക്കുകയാണ്, രാത്രി ഉണ്ടാക്കുകയാണ്, നാളെ ഉണ്ടാക്കുകയാണ്, എല്ലാ നേരം നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡ് കാണിച്ചു തരാം.
നമുക്ക് ഇവിടെ നോക്കിയാൽ പള്ളിയുടെ കുരിശ് കാണാം. കണ്ടോ? പുതിയ പള്ളി, മറ്റേ രാവിലെ നമ്മൾ കുർബാന കാണാൻ പോയ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ കുരിശാണത്. റൂം കാണിച്ചു തരാം. റൂം ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ലൈറ്റ് ഇടൂ. വിത്ത് AC, ഒരു ബെഡ്, ഞങ്ങൾ കിടന്നുറങ്ങിയതിൻ്റെയാണ്. ഒരു ചെയർ, ഒരു ഷെൽഫ്, ഒരു മിറർ, ഒരു ഇത്, ആൻഡ് ഒരു ബാത്റൂം, പിന്നെ ഒരു TV. പക്ഷെ ഒരു ചാനൽ മാത്രമേ കിട്ടുള്ളൂ. AC, ഫാൻ, ഇത്രേ ഉള്ളൂ. ഒരു ബേസിക് റൂം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ എടുത്ത റൂം ഇതിലും നല്ല റൂമായിരുന്നു അല്ലേ അപ്പേ? അത് ഞങ്ങൾ അതുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ടീമായിട്ടല്ലേ വന്നേക്കണം. അപ്പോൾ ഇവർ നിർത്തണ റൂം തന്നെ നമ്മൾ എടുക്കണം. കാരണം ഫുഡ് ഇവർ ഉണ്ടാക്കണതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ 4 മണിക്കത്തെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ ബാക്കിയുള്ള പള്ളികൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേനും ബീച്ചിലോട്ടും കൂടെ പോകും. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ മാങ്ങക്കാരെ കാണും. ആൻഡ് ദിസ് മാങ്ങ വളരെ ഇഷ്ടമാണ്. ഒരെണ്ണം കൂടെ വാങ്ങണം രാവിലെ വാങ്ങിച്ചെങ്കിൽ. അല്ല, വെള്ളം മേടിച്ചില്ലേ? അപ്പൊ കുപ്പി മേടിച്ചിട്ടില്ല. നമ്മൾ ഈ 2 കുപ്പി വാങ്ങിച്ചു. ഹോളി വാട്ടർ നിറയ്ക്കാൻ പോവാണ്. വൈകുന്നേരം ആയതുകൊണ്ട് സൺലൈറ്റൊക്കെ അടിച്ച് പള്ളി നല്ല ഗ്ലോ ആയി നിൽക്കുകയായിരുന്നു. ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈകുന്നേരം ജപമാല പ്രദക്ഷിണം അങ്ങനെ എന്തോ ഒരു സംഭവം നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. ഓൾറെഡി കയറിയവരെ കയറ്റും, അത് കഴിഞ്ഞ് ആരും കയറ്റില്ല എന്നാണ് തോന്നണത്. ഞങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റിയിരുന്നില്ല. പക്ഷെ പള്ളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഗേറ്റിന് പുറത്ത് നിന്ന് കുറേ നേരം പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യണവരെ ഞങ്ങൾ അവിടെ നിന്നു കണ്ടു. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത്. ഞാൻ കുറേ പ്രാവശ്യം വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽക്കണ ഫിഷ് ഫ്രൈ ഇതുവരെ കഴിച്ചിട്ടില്ല. ആൻഡ് ഇതുവരെ എനിക്ക് എൻ്റെ വീട്ടുകാരും ആരും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല, വാങ്ങിച്ചു തരികയില്ല. കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കുകയില്ല. മേ ബി അത് കഴിച്ച് വയറ് കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാവും. പക്ഷെ എനിക്ക് ഒരു വട്ടമെങ്കിലും കഴിച്ചു നോക്കണം എന്നുണ്ട്. ഇത്ര പ്രാവശ്യം വേളാങ്കണ്ണി പോയിട്ടും അവിടുത്തെ സൺസെറ്റ് ബീച്ചിലല്ലെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഇപ്രാവശ്യം പോയപ്പോഴാണ്. തമിഴ്നാട്ടിൽ പോയാൽ എപ്പോഴും നല്ലൊരു സൺസെറ്റ് കാണാൻ എനിക്ക് പറ്റാറുണ്ട്. ഞങ്ങൾ പള്ളിയിലത്തെയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. Day 1 ആൻഡ് Day 2. നാളെ ഞാൻ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. Day 3 ആൻഡ് Day 4. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.